ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു കാലത്ത് മലയാളിയുടെ സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യമാധവനെ പോലെയാകണം, കാവ്യമാധവന്റെ ഭംഗി, കാവ്യമാധവന്റെ കണ്ണ്, കാവ്യമാധവന്റെ മുടി എന്നൊക്കെയായിരുന്നു അല്ലെ. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോഴും ഒരുവിധം പോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാവ്യയുടെ പോലെ മുടി എന്നൊക്കെ തന്നെയാണ്. കൂടുതൽ 60% എബോ വരുന്നുണ്ട്. ഞാൻ കാണാറുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സൗന്ദര്യ സങ്കല്പം തോന്നുന്നു. അപ്പൊ ശാന്തിവിള ദിനേശ് കാവ്യമാധവനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കാരണം കാവ്യ നന്ദിയില്ലാത്തവളാണ് എന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചാനൽ നല്ലൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക കേട്ടോ. അപ്പൊ ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞ സംവിധായകൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്തൊരു സിനിമ ബംഗ്ലാവിൽ അവധിയാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങളെന്ന് എനിക്കറിയില്ല. അതിൽ നായകനായിട്ട് കലാഭവൻ മണിയെയാണ് ഫിക്സ് ചെയ്തതെന്ന് പറയുന്നു. അങ്ങനെ വലിയൊരു എമൗണ്ട് ആണ് മണി അന്ന് ചോദിച്ചതെന്നൊക്കെ പറയുന്നു. അവന് ഫിക്സ് ആക്കി അത് കൊടുക്കാമെന്ന് ഏറ്റു. കാരണം കലാഭവൻ മണിയാണല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഒരു ദിവസം ഒരു പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ ഈ ശാന്തിവിള ദിനേശ് ചെന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ പറഞ്ഞു, ഞങ്ങൾ താരങ്ങളുടെ കൂടെയല്ല നമ്മൾ നിൽക്കേണ്ടത്, പ്രൊഡ്യൂസേഴ്സിന്റെ കൂടെയാണ് എന്ന് ആ പ്രസംഗത്തിൽ ഒന്ന് കൂട്ടിച്ചേർത്തിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ഈ പ്രസംഗം ലൈവായിട്ട് മണിക്ക് കേൾപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഷാജി കൈലാസ്. അങ്ങനെ ഷാജി കൈലാസ് എൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഫോണും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് മണി ലൈനിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹലോ മണി എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, താങ്കൾ എന്തിനാണ് താരങ്ങളുടെ കൂടെയല്ല പ്രൊഡ്യൂസേഴ്സിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞത്? താങ്കളുടെ സിനിമയിൽ അഭിനയിക്കാൻ ഞാനൊന്ന് ചിന്തിക്കണം, എനിക്കൊന്ന് ചിന്തിക്കണം എന്ന് കലാഭവൻ മണി പറഞ്ഞു എത്രേ. അപ്പോഴാണ് ഇദ്ദേഹം അന്ന് രാത്രി ആലോചിച്ചു, അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി കലാഭവൻ മണി എൻ്റെ സിനിമയിൽ വേണ്ട എന്ന് വിചാരിച്ചു. അപ്പൊ കലാഭവൻ മണി ശരിക്കും സിനിമയിൽ നിന്ന് മാറി, ഇദ്ദേഹമാണെങ്കിൽ കലാഭവൻ മണിയെ വെച്ച് ഇനി എടുക്കൂല എന്നും മനസ്സിൽ ഉറപ്പിച്ചു. അദ്ദേഹം അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ലാലിനെ പോയി കണ്ടു. ലാലിനെ പോയി കണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്തു. ലാല് പറഞ്ഞു ഇത് പൊട്ടാളപ്പാടാണെന്ന് കുറെ പറഞ്ഞു. പക്ഷേ എങ്കിലും എൻ്റെ ഫസ്റ്റ് സിനിമയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആ സിനിമയുമായി ഫോർവേഡ് ചെയ്തു. അപ്പോൾ നടി വേണമല്ലോ, നടിയെ ഒരുപാട് കിടന്ന് തിരക്കി, എല്ലാവരെയും തിരക്കി, നവ്യ നായരെ എല്ലാവരും സമീപിച്ചു. കാവ്യനെ പോയി സമീപിച്ചപ്പോൾ കാവ്യ ഡേറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഭാവന, സിനിമ നടി ഭാവനയെ കിട്ടി. അങ്ങനെ ലാലും ഭാവനയും കൂടിയിട്ടാണ് ബംഗ്ലാവിൽ അവത അഭിനയിച്ചതെന്ന് പറയുന്നു. അപ്പൊ ബംഗ്ലാവിൽ അവത ഭയങ്കര ഫ്ലോപ്പായിരുന്നു പടം. അത് ലാലും പറഞ്ഞു എന്ന് പറയുന്നത് എന്തായാലും ഫ്ലോപ്പാവും എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. പിൽക്കാലത്ത് കാവ്യയെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ഇദ്ദേഹം പറയും ഇത്ര, നീ നന്ദിയില്ലാത്തവളാണ് എന്ന് പറയും ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞു. അപ്പൊ കാവ്യ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയും ഇത്ര, ചേട്ടനെ എനിക്ക് അന്ന് അറിയില്ലല്ലോ എന്ന് പറയും എന്ന് പറയുന്നു. പക്ഷേ എന്തിനാണ് അറിയണം എന്ന് നമുക്ക് നിർബന്ധമുണ്ടോ? എല്ലാവരും അറിഞ്ഞിട്ടാണോ നമ്മൾ അഭിനയിക്കുക? അറിയേണ്ട ആവശ്യകതയില്ല. നല്ല സിനിമയാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ സിനിമയ്ക്ക് നമ്മൾ എന്താ ഡേറ്റ് കൊടുക്കുക. ഇല്ലെങ്കിൽ അങ്ങനെയല്ല ആൻസർ പറയേണ്ടത്. ചേട്ടൻ അറിയില്ലല്ലോ എന്നല്ല, ആ സിനിമ എനിക്ക് അത്ര തൃപ്തിയായില്ല ചേട്ടാ, അതുകൊണ്ടാണ് ഡേറ്റ് തരാഞ്ഞ് എന്ന് പറയാ. എല്ലാ സംവിധായകരും അറിഞ്ഞിട്ടാണ് നമ്മൾ ഡേറ്റ് കൊടുക്കുക? ഒരിക്കലല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആൻസർ അവിടെ വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ ശാന്തിവിള ദിനേശ് വേറെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദിലീപിന്റെ ചാനൽ ചർച്ചകളിൽ കൂടുതലും ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ശാന്തിവിള ദിനേശ്. അപ്പോൾ പല്ലിശ്ശേരി പറഞ്ഞു എന്നും, പല്ലിശ്ശേരി എഴുതുന്ന ആളാണല്ലോ, അദ്ദേഹത്തിന്റെ ചാനലിൽ പറഞ്ഞു എത്രേ, ദിലീപിനെ ഇത്ര സപ്പോർട്ട് ചെയ്തുകൊണ്ട് 50 ലക്ഷം രൂപയാണ് ദിലീപ് ശാന്തിവിളയ്ക്ക് കൊടുത്തത് എന്ന് പറഞ്ഞു. അതുപോലെ നാദിർ ഷാ സംവിധാനം ചെയ്യുന്ന മാജിക് മഷ്റൂം എന്ന സിനിമയിൽ ഒരു ഗസ്റ്റ് റോളിൽ ഇദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ആര്? ശാന്തിവിള ദിനേശിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റ് റോളിന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നാദിർ ഷാ പറഞ്ഞത്, ചേട്ടന്റെ ആ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അഴുക്ക ചെറുക്കൻ തന്തയേക്കാൾ മോശം എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്. ആ ഡയലോഗാണ് ഞങ്ങൾക്ക് ഇതിൽ ആവശ്യം. ഒരു ഗസ്റ്റ് റോൾ ഉണ്ട്, താങ്കളുടെ ആ ഡയലോഗ് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഡയലോഗാണ്, ആ ഡയലോഗും പറഞ്ഞുകൊണ്ട് ഗസ്റ്റ് റോൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചത്. അല്ലാതെ ദിലീപിനെ ഒത്താശ ചെയ്തതുകൊണ്ട് നാദിർ ഷാ എനിക്ക് തന്ന റോളല്ല ഇത്, എൻ്റെ ഡയലോഗിനെ മാനിച്ചുകൊണ്ടാണ് എന്നാണ് ശാന്തിയുടെ ദിനേശ് ഇവിടെ വെളിപ്പെടുത്തുന്നത് കേട്ടാ. പിന്നെ എന്നെ അങ്ങനെ ദിലീപ് വിളിക്കാറൊന്നുമില്ല, ദിലീപായിട്ട് അധികം കോൺടാക്ട്സ് ഒന്നുമില്ല. കേസൊക്കെ ജയിച്ചതിന് ശേഷം ദിലീപ് എന്നെ ഒരു വട്ടം മാത്രം വിളിച്ചിരുന്നു, ചേട്ടാ ഞാൻ കേസിൽ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഉത്തരം കൊടുത്തത്, താങ്കൾ തന്നെ വിജയിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു, താങ്കൾ തെറ്റ് ചെയ്യാത്ത ആളാണല്ലോ, അതുകൊണ്ട് താങ്കൾ തന്നെ വിജയിക്കുമെന്ന് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ അതിന് ആൻസറും കൊടുത്തതെന്ന് പറയുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ പല്ലിശ്ശേരിയാണ് ഇങ്ങനൊരു അപവാദം പറഞ്ഞുണ്ടാക്കിയത് എന്ന് ശാന്തിവിള ദിനേശ് അദ്ദേഹത്തിന്റെ ചാനലിൽ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.